നീയൊക്കെ ഒരാണാണാടാ. വെറുതെ അല്ല രണ്ടു കൂടി താമസം മാറ്റിയത്. ഇവിടെയാണെങ്കിൽ ആരോന്ന് കാണും കേൾക്കും ചെയ്യില്ലാലോ. പെണ്ണ് വരിക്കുന്ന വീട് നരകോടാ, നരകം. നീയൊക്കെ എന്റെ മോനാണ് പറയാൻ എനിക്ക് നാണക്കേടാ. ബ്രേക്ക്ഫാസ്റ്റ് ആയോ? ഇതാ ആയിക്കൊണ്ടിരിക്കുന്നു. എടാ പിന്നെ കറി ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. ചമ്മന്തി മതി ദോശക്ക്. അത് സാരമില്ല, ഓംലേറ്റ് കൂടി ഉണ്ടാക്കിയാ മതി. അത് ഞാൻ ഉണ്ടാക്കാം. ഏട്ടാ ഞാൻ അതൊന്ന് മെഷീനിലിട്ട് വന്നിട്ട് ഇവിടേക്ക് തുടക്കാട്ടോ. അയ്യോ എടാ സോറി കേട്ടോ, എനിക്കിത് രാവിലെ അഴിക്കാൻ സമയം കിട്ടിയില്ലടാ. ഒരു പ്രൊജക്ട് ചെയ്യാനുണ്ടായിരുന്നു, രാവിലെ മുതൽ അതിന്റെ ബാക്കിലായി പോയി. അത് സാരമില്ല, ഞാൻ അടിച്ചു കൊടുത്തോളാം. അത് വേണ്ടടാ, അത്ര ടെസ്റ്റ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് വൈകുന്നേരം വന്നിട്ട് അടിച്ചു പഠിക്കാം. ഏട്ടാ ഈ വരുന്ന വ്യാഴാഴ്ച ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ? എന്താണ് കാര്യം? അത് MDന്റെ മോന്റെ ഒരു മാരേജ് റിസപ്ഷനാ. കുറച്ച് ദൂരെയാ, എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എല്ലാവരും ഫാമിലി ആയിട്ടാ പോകുന്നത്. എന്തായാലും പോയി കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവും വരാൻ. അപ്പൊ ഏട്ടനും കൂടി ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമായല്ലോ. അതിനൊന്ന് ഞാൻ വരാം, വ്യാഴാഴ്ചയല്ലേ. എന്തായാലും ആ ദിവസം ഒന്ന് ഓർപ്പെടുത്തിയാ മതി കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ മറന്നു പോകും. അത് ഞാൻ ഓർമ്മിപ്പിച്ചോളാം. അമ്മയാണല്ലോ വിളിക്കുന്നത്. എടാ ഒറ്റ മിനിറ്റ്. അമ്മേ പറഞ്ഞമ്മ. എടാ മോനെ, നീ എവിടെയുള്ളത്? ഞാൻ നമ്മ വീട്ടിന്റെ അടുത്തുള്ള പാർക്കിലാണ്. ഇന്ന് ഞായറാഴ്ചയല്ലേ, ചുമ്മാ ഇറങ്ങിയതാ. ഞാൻ വിളിച്ചതേ നമ്മുടെ രാമേട്ടന്റെ മോളുടെ കല്യാണമാണ് നാളെ. അപ്പൊ പാർട്ടിക്ക് പോകാൻ അച്ഛൻ ഇവിടെ ഇല്ല. മോൻ ഒരു കാര്യം ചെയ്, വൈകുന്നേരം ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങ്. അങ്ങനെയാണെങ്കിൽ അവിടെ പോയി കല്യാണത്തിന് കവറും കൊടുക്കാലോ. അയ്യോ അമ്മേ, കുറച്ച് കഴിഞ്ഞേ ഞങ്ങൾ അവളെ വീട്ടിലേക്ക് പോവാന്നൊക്കെ. ചെറിയൊരു പരിപാടി ഉണ്ട് അവിടെ. അച്ഛന് പോവാൻ പറ്റിയില്ലെങ്കിലും അമ്മ പോയാൽ പോരെ, അത് അവിടെ നടത്തന്നല്ലേ. അല്ലടാ, നീ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവളുടെ വീട്ടിൽ പോകുന്നത്? ലീവ് ഇരുന്ന് രണ്ടാൾക്കും കൂടി ബോറടിക്കുകയാണെങ്കിലേ നേരെ ഇങ്ങോട്ട് വാ, പറയിപ്പിക്കാൻ വേണ്ടിട്ട്. അമ്മ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ രണ്ടാം കൂടി അങ്ങോട്ട് വന്നല്ലേ, അപ്പൊ ഈ ആഴ്ച അവളെ വീട്ടിലേക്ക് പോന്നു. അതിന് ഇത്ര പറയാനുള്ളേ? ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരാഴ്ച ഇങ്ങോട്ട് വന്ന പിറ്റേത്തെ ആഴ്ച അവളുടെ വീട്ടിൽ പോകണമെന്ന് നിനക്ക് അവളെ പറഞ്ഞ മനസ്സിലായിക്കൂടെ? ലീവാണ് എനിക്ക് എന്റെ വീട്ടിൽ പോകണമെന്ന് നീ പറഞ്ഞ പോലെയല്ലേ അവൾ കേൾക്കേണ്ടത്? ശരി അമ്മ, ഞാൻ അങ്ങോട്ട് പിന്നെ വിളിക്കാം. ശരിയെന്നാ. ഓ അവളെ പറഞ്ഞത് അവനങ്ങനെ ഇഷ്ടമായിട്ടില്ല. പെണ്ണവനെ മയക്കി എടുത്തുന്നാ തോന്നുന്നത്. അവിടെ ചോദിക്കാനും പറയാൻ ആളില്ലല്ലോ. അവിടെ പോയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. എന്താ അമ്മ എന്തിനാ വിളിച്ച്? എന്തെങ്കിലും കാര്യമുണ്ടോ? അതൊന്നുമില്ലോ, വീട്ടിനടുത്തൊരു കല്യാണം ഉണ്ട്. അപ്പൊ പോവാൻ വേണ്ടി അച്ഛൻ നാട്ടിലില്ല, അതിനുവേണ്ടി വിളിച്ചാ. കുഴപ്പമില്ല, അമ്മ പോയിക്കോളും. പിന്നെ അച്ഛൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയോ ചോദിച്ചിട്ട്. ശരിയാ, സമയമായില്ലേ. അത് നമുക്ക് പോയാലോ? എന്നാ വാ. അല്ലോടെ നീയല്ലേ പറഞ്ഞു ഓഫീസായിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന്. അതല്ല നിന്നെ വിളിക്കാണ് ഞാൻ നേരത്തെ വന്നത്. പിന്നെന്താ? മീറ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പെട്ടെന്ന് MDക്ക് ഒരു കോൾ വന്നിട്ട് മൂപ്പര് പോയി, അങ്ങനെ ക്യാൻസൽ ആയതാ. അത് ശരി, മീറ്റിംഗ് ക്യാൻസൽ ആയത് എനിക്ക് എന്നെ വിളിച്ചാ പറയായിരുന്നോ? അത് സാരില്ല, ഏട്ടനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അല്ല നാളെ അല്ലേ വീടിന്റെ വാടക കൊടുക്കേണ്ടത്? ഏട്ടന് പൈസ ഉണ്ടോ? അത് ഞാൻ കൊടുത്തോളാം, പക്ഷെ 15-ന് കാറിന്റെ EMI വരുന്നുണ്ട്. അതിനും ബാലൻസ് ഉണ്ടാവുന്നില്ല കേട്ടോ. അത് സാരില്ല, 10-ന് എന്റെ സാലറി ക്രെഡിറ്റ് ആവുമല്ലോ, അന്നേരം ഞാൻ കൊടുത്തോളാം. എന്നാ ഞാൻ പോട്ടെ ഏട്ടാ, അടിച്ചു തുടക്കാനല്ലേ. നീ ലേറ്റ് ആവുമ്പോട്ടെ, ഞാനല്ല അടിച്ചു. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യാ, രാത്രിത്തെ കിച്ചൺ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തോളാം. ഇതാരാ, അമ്മയോ? എന്താ പറയണ്ട വന്നേ? എന്താടാ ഇങ്ങോട്ട് വരണെങ്കിൽ നിന്റെ അനുവാദമായിട്ട് വരണം എനിക്ക് വരണെങ്കേ. അയ്യോ അതല്ലമ്മേ, അമ്മ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കാൻ വരില്ലായിരുന്നു. പറയാണ്ട് വന്നാലല്ലേ ഇവിടുത്തെ കാഴ്ചകളെ കാണാൻ പറ്റുള്ളൂ. എന്താടാ നീയാണ് ഇവിടുത്തെ പണിയൊക്കെ ചെയ്യുന്നത്? അങ്ങനെയൊന്നുമല്ലമ്മേ, ഇവിടുത്തെ പണികളൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടി ഷെയർ ചെയ്തിട്ടാ ചെയ്യുന്നത്. ഇവിടുത്തെ പണി നിങ്ങൾ രണ്ടാളും കൂടി ഷെയർ ചെയ്ത് ചെയ്യാണെന്നോ? നിനക്കൊന്നും വേറെ. അമ്മയെപ്പത്തി? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അല്ല നീ ഇത്ര നേരത്തെ പോകുന്ന? ഇന്നൊരു അർജന്റ് വർക്ക് ഉണ്ടമ്മേ, അതാ നേരത്തെ പോന്നെ. പിന്നെ അമ്മ വരാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ലീവ് എടുക്കായിരുന്നു. ഇതിപ്പോ വിളിച്ചും പറഞ്ഞു പോയി. നീ ലീവ് എടുക്കൊന്നും വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോകും. നിന്റെ സമയം നീ വയ്ക്കോ.
ഏട്ടാ മെഷീനിൽ തുണികളുണ്ട്, അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ വിരിച്ചിടണേ. അത് ഞാൻ ചെയ്തല്ലോ, തനിക്ക് സമയമല്ലേ, പോകാൻ നോക്കിയോ. ശരി ഏട്ടാ. അമ്മേ വരുന്നേ. നിനക്ക് എപ്പോഴാ പോകണ്ടേ ജോലിക്ക്? എനിക്ക് 10 മണിക്ക് പോകണമ്മ. എന്തായാലും സാറില്ല, അമ്മ വന്നല്ലേ, ഞാൻ രാവിലെ ലീവ് വിളിച്ചു അറിയാം. എന്തായാലും വിളിച്ചു പറയും, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തായാലും അമ്മ വിളിക്ക്, ഞാൻ വീട്ടിൽ ചായ എടുത്തു തരാം. നിക്കടെ അവിടെ, അവൻ അടുക്കളയിൽ കയറി ചായ എടുക്കാൻ പോണോ? ഇതൊക്കെയാണ് അവിടെ ഞാൻ വീട്ടിൽ പഠിപ്പിച്ചത്. എന്താമ്മേ, എന്താ അങ്ങനെ പറഞ്ഞേ? പിന്നെ എങ്ങനെ പറയാതിരിക്കൂടാ, ഞാൻ കേറി വരുമ്പോ തന്നെ കണ്ട കാഴ്ച എന്താ, ചൂലും കൊണ്ട് അടിച്ചു വരുന്നു അല്ലേ. പിന്നെ അവള് പോകുമ്പോഴെന്താ പറഞ്ഞ്, ഏട്ടാ വാഷിംഗ് മെഷീനിൽ തുണിയുണ്ട് ഉണങ്ങാൻ ഇടണേന്നില്ലേ. വെറുതെ അല്ലല്ലോ ഞാൻ പറയാതെ വന്നത്. എനിക്ക് അന്ന് ഫോൺ ചെയ്തപ്പോഴേ തോന്നി നീ അവൾ പറയുന്നത് കേട്ട് തുള്ളുന്ന വെറും ഒരു പാവയാണുള്ളത്. വീട് പണി പറഞ്ഞ പെണ്ണുങ്ങൾക്കുള്ളതാ, അതുകൊണ്ട് ആണായ നീയല്ല അടുക്കലും തുടക്കലും ചട്ടികളും പാത്രം തുണി അലക്കും ചെയ്യണത്. അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത ഭർത്താവായി നിനക്ക് എന്ത് വിലയാണ് ഉണ്ടാവുക? അവളുടെ വീട്ടിൽ ആണുങ്ങളോട് പണിയെടുപ്പിച്ചിട്ട് പെണ്ണുങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നുണ്ടാവും. ആ പഠിപ്പ് അവൾ ഇവിടെ വന്ന് നിന്നെ കൊണ്ട് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നെ കൊണ്ട് നിന്റെ അച്ഛനെ കൊണ്ട് ഒരു പണി എടുപ്പിച്ചിട്ടുണ്ടടാ. എത്ര വൈകിലും വീട്ടിലെ പണി മുഴുവൻ ഞാനല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായി നമ്മ പറയുന്നത്? അമ്മയ്ക്കില്ലാത്ത എന്തെങ്കിലും അസുഖമുണ്ടോ? കാലുവേദന, മുട്ടുവേദന, നടുവേദന പറഞ്ഞിട്ട് ആ പ്രശാന്തൻ ഡോക്ടർക്ക് മാസം മാസം എത്ര രൂപ എണ്ണി കൊടുക്കുന്നേ? ഞാനും അവൾ ഒരേപോലെ ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലേ. എന്നിട്ട് ജോലിയും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് സിനിമ കാണുമ്പോ അവൾ ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യുന്നത് ഞാൻ കൈയും കെട്ടി നോക്കിയിരിക്കുന്നതാണ് അമ്മ പറയുന്നത്. അങ്ങനെ ചെയ്ത പിന്നെ ഞാനെന്ത് മനുഷ്യനാമേ? ഈ കല്യാണം എന്ന് പറയുന്നത് പെണ്ണിന് മാത്രം ആവശ്യമല്ല, ആണിനും പെണ്ണിനും തുല്യ പ്രാധാന്യമാണ്. ജീവിത പങ്കാളിയാണമ്മേ, അല്ലാതെ ഒരാൾ മറ്റൊരാളുടെ അടിമയാക്കി കൊണ്ടുവരുന്നല്ല കല്യാണം എന്ന് പറയുന്നത്. അമ്മയുടെ വർത്താനം കേട്ട് ആണുങ്ങൾ എന്തോ സംഭവം എന്ന് കരുതി ഭർത്താവ് ഉദ്യോഗം ചമയാന്നുണ്ടല്ലോ, അവൾ അവളുടെ പാട്ടിലും അമ്മേ. കാലമൊക്കെ മാറി അമ്മേ. ഈ ഭർത്താവും വീട്ടുകാർ എന്ത് പറഞ്ഞാലും അതല്ല എന്റെ വിധിയാണ് പറഞ്ഞ് കണ്ണീര് ഒലിപ്പിച്ചിരുന്ന കാലമൊക്കെ കഴിഞ്ഞു. അമ്മനെ പോലെ പഴയ ചിന്താഗതി വെച്ച് നടന്ന ആൾക്കാരെ ഇപ്പോഴും ഉണ്ടമ്മേ. ഈ ഭർത്താവ് എന്ന് പറയുന്നത് ഭയങ്കര ദൈവമാണ്, വീട്ടിലെ പണിയൊക്കെ ഞങ്ങൾക്കുള്ളതെന്ന് കരുതുന്നവര്. അവരെ നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ലമ്മേ. അടിമയെ ജീവിക്കട്ടെ, അങ്ങനെ തന്നെ ജീവിച്ചോട്ടെ. പക്ഷെ ഇനി വരുന്ന തലമുറയിലെ പെണ്ണുങ്ങൾ അങ്ങനെ ജീവിക്കണം വാശി പിടിച്ചല്ലേ, അതൊന്നും നടക്കുന്ന കാര്യമല്ലമ്മേ. ഈ കാര്യത്തിൽ ആണുങ്ങൾ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ലമ്മേ. അച്ഛൻ എന്തെങ്കിലും പണിക്ക് അമ്മനെ സഹായിക്കാമെന്ന് അമ്മ എന്താ പറയാ? അയ്യോ സുധാട്ട് നിങ്ങൾ ചെയ്യല്ലേ, അപ്പുറത്ത് ആരെങ്കിലും കണ്ട ആ പെണ്ണായി എനിക്ക് മോശമാണെന്ന്. ഇത് കണ്ടിട്ടില്ലേ ആൺകുട്ടികൾ വളർന്നു വരുന്നത്? പിന്നെ അവര് വീട്ടുപണി ചെയ്യുവോ? അമ്മ ഈ സ്ത്രീകളുടെ ശത്രു എന്ന് പറഞ്ഞല്ലേ, അത് നിങ്ങൾ സ്ത്രീകൾ തന്നെയാണ്. നിങ്ങളോ ഇങ്ങനെയായി. ഇനി ഈ വരുന്ന തലമുറകൾ നശിപ്പിക്കല്ലമ്മേ. അമ്മ ഒരു കുടുംബത്തിലെ പണി എന്ന് പറഞ്ഞാലേ അത് വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും കടമയാണ്, അല്ലാതെ ഒരാൾ മാത്രം ചെയ്യേണ്ടതല്ല. അങ്ങനെ ചെയ്ത അമ്മനെ പോലെ ഏത് സമയത്തും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടി വരും, അല്ലാതെ അതിൽ വേറെ ഒരു നേട്ടവും ഇല്ല. മോൻ പറഞ്ഞു ശരി തന്നെടാ, സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രു. എന്റെ വീട്ടിൽ എന്താണോ കണ്ടുപഠിച്ചത് അത് തന്നെ ഇതുവരെയും തുടർന്നു പോയത്. പെണ്ണുങ്ങൾ പറഞ്ഞ ആരുടെ അടിമയൊന്നും അല്ലല്ലോ, എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യാൻ. മാറേണ്ടത് നിങ്ങളുടെ മക്കളെ, ഞങ്ങളെ പോലെ പഴയ ചിന്താഗതിയുള്ള ആൾക്കാരാ. ഇതുപോലെ കാലം മാറിയതറിയാതെ ഇപ്പോഴും പഴഞ്ചൻ ചിന്താഗതിയുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സത്യം പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം കാലാകാലങ്ങളായിട്ട് അവർ കണ്ടുവരുന്നത് ഫോളോ ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്ന ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ കുറ്റക്കാർ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക.